ഇന്നൊരു വൈറ്റ് കടലക്കറി റെഡിയാക്കി എടുക്കാനായി 1 കപ്പ് കടല തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കപ്പ് വെള്ളവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് നടു കീറിയതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുക്കർ മൂടി നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി വേണ്ടത് 3 സവോള പൊടിയായി അരിഞ്ഞതും 2 തക്കാളി കട്ട് ചെയ്തതും മാറ്റി വയ്ക്കുക. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 4 കറിയാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ കുക്കറിൽ വേവിച്ചത് കടല ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഇനി ഇതൊന്ന് കുക്കാക്കി എടുക്കാം. മുകളിൽ ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. മല്ലിയില ഇട്ട് കൊടുക്കുക. അടിപൊളി വൈറ്റ് കടലക്കറിയാണ്. ഭട്ടൂരയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.